मेहता का उल्टा चश्मा। ശബ്ദം കുറയ്ക്കൂ കൂട്ടാ. നമസ്കാരം മാഡം, ഞങ്ങൾ വലിയൊരു സങ്കേതം അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ വലിയ സെയിൽസ്മാൻമാരാണ്. മാഡം ഇത് കണ്ടോ, ഇത് പാവങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു തരം വാച്ചാണ്. ഇതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ നിങ്ങൾ ആ നിമിഷം ഞെട്ടിപ്പോവും. ശ്രദ്ധിച്ച വാച്ചൊന്ന് നോക്കൂ. അതെ മോനി, കാര്യം അറിഞ്ഞില്ല അല്ലേ? നിന്റെ മമ്മി നിനക്ക് വേണ്ടി ഒരു പുതിയ വാച്ച് വാങ്ങിയിരിക്കുക. അതെയോ? നോക്കട്ടെ. എക്സ്ക്യൂസ് മീ പ്ലീസ്. മോനു, സാധനങ്ങൾ അടിച്ചു മാറ്റാൻ പറ്റിയ വഴിയായത്. അതെ ഗോലു, അതിനേക്കാളും വളരെ ഈസിയാണ് ഇവരെ രണ്ടുപേരെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത്. എടാ ഗോലു, അല്ല നമ്മളെന്തിനാ ഇത്രയധികം കഷ്ടപ്പെടുന്നത്? ഐഡിയ. ചെല്ല്, വീട്ടിലുള്ള എല്ലാ വില പിടിച്ച സാധനങ്ങളും സ്വർണവും കാശും എല്ലാം എടുത്ത് ഈ ബാഗിലിട്. മോളോ, വേഗം വാ, നമുക്ക് സ്ഥലം വിടാം. എന്നാ ശരി, ഓടിക്കോ, വേഗം വേഗം വേഗം. ഇവരിപ്പോ പുതിയതായിട്ട് എന്ത് നാടകമോ തുടങ്ങിയിരിക്കുന്നെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എടി ദയേ, നിങ്ങളിത് എങ്ങോട്ടാ? ദയേ, ദയേ, അതെ ഓട്ടോ ചേട്ടാ, ഒന്ന് പെട്ടെന്ന് അവരുടെ പുറകെ ഒന്ന് വിട്ടേ. അവിടെ നിൽക്കോ, എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് പോ. ഏയ് ഓട്ടോ സുഹൃത്തെ, അതുപോലെ തന്നെ ഇട്ടേച്ച് പോയേക്കല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അവരെ രണ്ടുപേരും പിന്തുടർന്ന് ചെല്ലാം. ഒന്ന് പെട്ടെന്നാവട്ടെ, വന്ന് വണ്ടി എടുക്കാൻ നോക്ക്. വാ വാ. എവിടെ പോയതാ സുഹൃത്തെ? ഈ ഓട്ടോക്കാരന്മാർക്കല്ല എന്താ പറ്റിയെന്ന് ഒരു പിടിയുമില്ലല്ലോ. മോനു, ഞാൻ ചിരിക്കാതെ തന്നെ അവരുടെ ഹിപ്നോട്ടിസം എങ്ങനെയാ തീർന്നു പോയത്? എടാ, അവര് നമ്മുടെ പിന്നാലെ വരുന്നുണ്ടെന്ന്.
അതെ ചേട്ടാ, ഞാൻ നിങ്ങളുടെ ഈ സ്കൂട്ടർ കുറച്ച് സമയത്തേക്ക് എടുത്തോണ്ട് പോവാണ്. ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാ. എടാ ടപ്പു, ദയേ നിക്ക് നിക്ക്, അവിടെ നിക്ക്. എടാ ഗോലു, അവര് പുറകെ വരുന്നുണ്ടോ? ആ ഇല്ലടാ. ഇതെന്ത് മറിമായവാ, നമ്മുടെ ബാഗ് കൈവിട്ട് പോയടാ. വേഗം അവരെ രണ്ടിനും ഫോളോ ചെയ്യേ. നമ്മുടെ മുമ്പിലുള്ളത് കൺസ്ട്രക്ഷൻ ഏരിയയാണ്. തീർച്ചയായിട്ടും അവർ അങ്ങോട്ട് തന്നെ ആയിരിക്കും പോയത്. എന്നാ നമുക്ക് അങ്ങോട്ട് വിടാം. വെറുതെ എന്തിനാ സമയം കളയുന്നേ? അവരിവിടെ തന്നെ വന്നു കാണും. എടാ മോലു, നീ എങ്ങനെയാടാ അവിടെ എത്തിച്ചേർന്നത്? അതിന്റെ അറ്റത്ത് നീ എടുത്ത് ചാടിയത് കൊണ്ടാടാ. ഇതിൽ കാലി വെച്ചത് കൊണ്ടോ? നിക്കേ, ഞാനും എന്നാ അങ്ങോട്ട് വന്നേക്കാ. ഇപ്പൊ നീ എങ്ങനെ അവിടെ എത്തിയത്? എടാ കൂട്ടുകാരാ, നീ എത്തിയത് പോലെ തന്നെ ഞാനും എത്തിയത്. നിക്ക് നിക്ക്, ഞാനിപ്പോ എന്തെങ്കിലും ചെയ്യാം. അവരിതാ പോകുന്നു, വേഗം വാ. എടാ എന്നെ കൂടെ കൊണ്ടുപോടാ. സോറി. അയ്യോ എന്റെ അമ്മച്ചി. ദേ അങ്ങോട്ട് നോക്ക്, അവര് ദേ പോകുന്നു. വേഗം വാ, നമുക്കും അതേ കയറി മുകളിലോട്ട് പോവാം. ചേട്ടാ, ഇതിവിടെ നിൽക്കുന്നില്ലല്ലോ. മോളു, എന്നെ രക്ഷിക്കേ. അയ്യോ, എന്നെ ഇനി ആര് രക്ഷിക്കും?
ഒന്ന് പെട്ടെന്ന് വിട്ടു ആ. ഇനിയിപ്പോ നമ്മൾ എന്ത് എന്ത് ചെയ്യണം? ചെയ്യൂടാ? ഇനി നമുക്ക് ഓടണമെങ്കിൽ ഇത് തകർക്കാതെ ഒരു വഴിയില്ല. നമ്മുടെ പ്ലാൻ മൊത്തം തലകീഴായി പോയല്ലോടാ. നമ്മുടെ ഒരു അവസ്ഥ കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു എനിക്കിപ്പോ ഭ്രാന്ത് പിടിക്കുമെന്നാ. അതെ, സെയിൽസ് സാറേ, സാറല്ലേ ആ വാച്ച് കൊണ്ടുവന്ന് കാണിച്ചത്? ടപ്പുന്റെ അച്ഛന് വേണ്ടിട്ട്. എവിടെ? ആ വാച്ച് എവിടെ? എടാ ഇത്രയും നേരം നമ്മളിട്ട് കുരങ്ങ് കളിപ്പിച്ച് പോരാഞ്ഞിട്ട് ദേ പിന്നെ നമ്മുടെ നേർക്ക് ഓടി വരുന്നു. ഓടിക്കോടാ. അല്ല, ഇവര് രണ്ടുപേരും എന്തിനാ ഓടണത്? ഒന്ന് നിക്ക്. അമ്മേ. എടാ. സാറേ, സാറേ, ഞങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ അടിച്ചു മാറ്റി. ഞങ്ങളെ കൊണ്ടുവയ്ക്കോ. ആ വരുന്ന രണ്ടുപേരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക് സാറേ, രക്ഷിക്കേ. ടപ്പുട്ടാ, അവര് രണ്ടുപേരും എങ്ങോട്ടാ പോയേ? അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ എന്തെടുക്കുക? എത്ര പ്രാവശ്യം നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വിളിച്ചതാണ്. വിളിച്ചെന്നോ? ഞങ്ങളെ എവിടെ വെച്ച്? ഞങ്ങളെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. ഞങ്ങള് വാച്ച് വാങ്ങാൻ വന്നതാ. എന്താ? ആ, ഓ, എന്തുമാത്രം കാശാ നീ കൊണ്ടുവന്നിരിക്കുന്നത്? ഭാഗ്യത്തിനെ നിനക്ക് വാച്ച് കിട്ടാതിരുന്ന്, അല്ലെങ്കിൽ വല്ല ഡയമണ്ടും കൊണ്ടുണ്ടാക്കി വാച്ച് വാങ്ങിച്ചേനെ നീ. വാ വേഗം വാ, വീട്ടിലേക്ക് പോവാം. ടപ്പു.